പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളെ ഓരോരുത്തരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ഈ പാഠത്തിൻ്റെ 9ാം ഭാഗത്തേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വിവിധതരം ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. Broadly speaking, there are two types of communication take place in an organization. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ആശയവിനിമയ രീതികളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും: ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനെ വീണ്ടും നമുക്ക് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ തരംതിരിക്കാൻ സാധിക്കും. And there are also two types of vertical communication: upward communication and downward communication. ഇത്തരത്തിലുള്ള വിവിധ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കാണാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അഥവാ ഔപചാരിക ആശയവിനിമയം. കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ ഒഫീഷ്യൽ chain of command is called formal communication. We know it flows through the scalar chain. അപ്പോൾ ഏത് സ്ഥാപനത്തിലും ഒരു സ്കാലാർ ചെയിൻ, ഒരു അധികാര ശൃംഖല വ്യക്തമാക്കിയിട്ടുണ്ടാവും. ആ സ്കാലാർ ചെയിനിലൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ്, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ആ ഒഫീഷ്യൽ ലൈൻ ഓഫ് കമാൻഡിലൂടെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ നിശ്ചയിക്കപ്പെട്ടുള്ള അധികാര ശ്രേണിയിലൂടെയുള്ള ആശയവിനിമയമാണ്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥ ബന്ധത്തിലൂടെ ഒഫീഷ്യലായിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അഥവാ ഔപചാരിക ആശയവിനിമയം എന്ന് പറയുന്നത്. ഇറ്റ് ഫ്ലോസ് ത്രൂ ദ സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിനിലൂടെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്നൊരു കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ റിട്ടൺ ഫോം. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ ഓറൽ ഫോമിലുണ്ട്, വാക്കാലുള്ളതുണ്ട്, റിട്ടൺ ഫോമിൽ എഴുതപ്പെട്ട രൂപത്തിലുള്ളതുണ്ട്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും റിട്ടൺ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഐദർ ഇൻ ദ ഫോം ഓഫ് നോട്ട്സ്, മെമ്മോസ്, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ് എക്സെട്ര. ഇത്തരത്തിൽ എഴുതപ്പെട്ട റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് സാധാരണ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഓറൽ കമ്മ്യൂണിക്കേഷൻ താരതമ്യേന കുറവായിരിക്കും. ആൻഡ് ദർ ആർ വി നോ 3 types of formal communication. First one is vertical communication. ലംബമായിട്ടുള്ള ആശയവിനിമയമാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്നും കീഴുദ്യോഗസ്ഥനിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന കമ്മ്യൂണിക്കേഷനാണത്. ഇറ്റ് ഫ്ലോസ് വെർട്ടിക്കലി, ഐദർ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. മേലുദ്യോഗസ്ഥനിൽ നിന്ന് കീഴുദ്യോഗസ്ഥനിലേക്കോ നേരെ തിരിച്ച് കീഴുദ്യോഗസ്ഥനിൽ നിന്ന് മേലുദ്യോഗസ്ഥനിലേക്കോ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അത് മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലേക്കോ ലംബദിശയിലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇറ്റ് ഫ്ലോസ് വെർട്ടിക്കലി, ഐദർ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. So there are 2 types of vertical communication. First one is upward communication. Here the flow of communication from lower level to the higher level. ഒരു കീഴുദ്യോഗസ്ഥനിൽ നിന്നും മേലുദ്യോഗസ്ഥനിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. എന്നാൽ നേരെ തിരിച്ച് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ here the flow of communication takes place from the higher level to the lower level. ഇപ്പോൾ ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്നും കീഴുദ്യോഗസ്ഥനിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ അത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു ഓർഗനൈസേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. കാരണം മേലുദ്യോഗസ്ഥരാണ് കൂടുതൽ
ആശയവിനിമയം കീഴ് ജീവനക്കാരുമായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഒരു ഓർഗനൈസേഷനിൽ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. അതിൽ ഒന്നാമത്തേതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു കീഴുദ്യോഗസ്ഥനിൽ നിന്ന് മേലുദ്യോഗസ്ഥനിലേക്കുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് പ്രധാനമായിട്ടും നമുക്കറിയാം, ഒന്നുകിൽ വർക്ക് പെർഫോമൻസിൻ്റെ റിപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കംപ്ലൈൻറ്റുകളോ ഗ്രിവൻസസോ ആയിരിക്കാം, പരാതികളോ പ്രശ്നങ്ങളോ ആയിരിക്കാം അവിടെ മേലുദ്യോഗസ്ഥനുമായിട്ട് പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളാവാം. എന്നാൽ ഒരു ഓർഗനൈസേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിലെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ്, മേലുദ്യോഗസ്ഥനിൽ നിന്നും കീഴുദ്യോഗസ്ഥനിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. അത് കൂടുതലായിട്ട് നമുക്കറിയാം ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, നിർദ്ദേശങ്ങളായിരിക്കും, ഓർഡേഴ്സോ കമാൻഡ്സോ ആയിരിക്കും കൂടുതലായിട്ടും അവിടെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഓർഗനൈസേഷനിൽ കൂടുതലായിട്ട് നടക്കുന്നത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. Then the second form of formal communication is horizontal communication. ഹൊറിസോണ്ടൽ ആയിട്ട്, തിരശ്ചീനമായിട്ടുള്ള ആശയവിനിമയമാണത്. ഒരു സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഒരേ തസ്തികയിലുള്ള ജീവനക്കാർ തമ്മിലുള്ള ആശയവിനിമയമാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കാണുകയുണ്ടായി, ഒരേ ലെവലിലുള്ള മാനേജർമാർ തമ്മിൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത്യാവശ്യ ഘട്ടങ്ങളിൽ. സ്കാളാർ ചെയിൻ്റെ എക്സെപ്ഷനായിട്ട് ഗാങ് പ്ലാങ്ക് എന്നുള്ള ആശയത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരേ ലെവലിലുള്ള മാനേജർമാർ തമ്മിലുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഹിയർ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം എ പേഴ്സൺ ടു അനദർ ഇൻ ദ സെയിം ലെവൽ. അവിടെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലെ ലോവർ ലെവലിലുള്ള ഒരു ജീവനക്കാരനും ഹയർ ലെവലിലുള്ള ജീവനക്കാരനും പരസ്പരം കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. എന്നാൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരേ ലെവലിലുള്ള മാനേജർമാർ തമ്മിൽ, അല്ലെങ്കിൽ ഒരേ ലെവലിലുള്ള ജീവനക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനാണ്. ഫോർ എക്സാമ്പിൾ, ദ പർച്ചേസ് മാനേജർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പ്രൊഡക്ഷൻ മാനേജർ. പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ ഒരേ ലെവലിലുള്ള ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡുകളാണ്, അല്ലെങ്കിൽ അവിടെ മിഡിൽ ലെവൽ മാനേജേഴ്സാണ് രണ്ടുപേരും. പർച്ചേസ് മാനേജർ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ ഇൻചാർജ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. അപ്പോൾ ഒരേ ലെവലിലുള്ള മാനേജർമാർ തമ്മിലാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. സോ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ employees or managers of different departments in the same level or in the same position. അപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി, സ്കാളാർ ചെയിനിൽ ഹെൻറി ഫയോൾ ആദ്യം സജസ്റ്റ് ചെയ്ത സ്കാളാർ ചെയിനിൽ ആദ്യം പെർമിറ്റ് ചെയ്തിരുന്നത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് ഇത്തരത്തിലുള്ള സ്കാളാർ ചെയിൻ അകാരണമായ കാലതാമസം ഉണ്ടാക്കുന്നു കമ്മ്യൂണിക്കേഷനിൽ, അല്ലെങ്കിൽ ഡിറ്റീറിയേഷൻ ഓഫ് മെസ്സേജസ് ഉണ്ടാക്കുന്നു, ആശയചോരണം അല്ലെങ്കിൽ ആശയശോഷണം ഉണ്ടാക്കുന്നു. ഇത് കണ്ടെത്തിയ ഹെൻറി ഫയോളാണ് ഗാങ് പ്ലാങ്ക് എന്നുള്ള ആ ഒരു സംവിധാനം നിർദ്ദേശിച്ചത്. അതിൽ എമർജൻസി ഘട്ടങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരേ ലെവലിലുള്ള മാനേജർമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഗാങ് പ്ലാങ്ക് എന്നുള്ള സങ്കേതത്തിലൂടെയാണ് ഹെൻറി ഫയോൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അംഗീകരിച്ചിരിക്കുന്നത്. സോ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ is the communication between employees in the same rank in different departments. Then the third type of formal communication is diagonal communication. ക്രോസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലെ വ്യത്യസ്ത റാങ്കിലുള്ള ജീവനക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, സാധാരണഗതിയിൽ വലിയ സ്ഥാപനങ്ങളിൽ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ചെയ്യാറില്ല.
ചെറിയ സ്ഥാപനങ്ങൾ മാത്രമേ സാധാരണ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വ്യത്യസ്ത റാങ്കിലുള്ള ആൾക്കാർ തമ്മിൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് നേരിട്ട് ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും അംഗീകരിക്കപ്പെടുന്ന ഒന്നല്ല. നമുക്കറിയാം ഹെൻറി ഫയോൾ ഇതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം പെർമിറ്റ് ചെയ്തിരുന്നില്ല. ഒറിജിനലി സ്കാലാർ ചെയിനിൽ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അദ്ദേഹം പെർമിറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ചെയ്തത് ഗാങ് പ്ലാങ്ക് എന്നുള്ള ആ സങ്കേതത്തിലൂടെ സ്കാലാർ ചെയിനിൽ ഷോർട്ട് കട്ട് ചെയ്തുകൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഒരേ ലെവലിലുള്ള മാനേജർമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. എന്നാൽ ഹി വാസ് ടോട്ടലി അഗനസ്റ്റ് ദ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലെ വ്യത്യസ്ത റാങ്കിലുള്ള മാനേജർമാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. സോ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ അത് പ്രത്യേകിച്ചും വൻകിട സ്ഥാപനങ്ങളിൽ അത്ര അഭിലഷണീയമല്ല. So in this case, communication between people in different departments take place, one holding a higher position than the other. അപ്പോൾ ഒരാൾ മേലുദ്യോഗസ്ഥനും ഒരാൾ കീഴുദ്യോഗസ്ഥനുമായിരിക്കും. അവർ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവർ തമ്മിൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, the sales executive communicate with the production manager. We know the sales executive is a lower level manager in the marketing department or sales department. He communicates with the production manager. He is the head of department or the middle level manager at production department. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഹെഡായിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജറും ദെൻ ലോവർ ലെവലിലുള്ള മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് തമ്മിൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡയഗണൽ കമ്മ്യൂണിക്കേഷനാണ്. സോ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ മാനേജേഴ്സ് ഇൻ ദ ഡിഫറെൻറ്റ് റാങ്ക് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ പ്രധാനമായിട്ടും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ 3 തരമാണുള്ളത്. ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേഷനെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തരംതിരിക്കുകയുണ്ടായി. അതിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു: വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അഗൈൻ വി ക്ലാസിഫൈഡ് ഇൻറ്റു 2, ദാറ്റ് ഈസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. This is the different types of formal communication takes place in an organization. Next we shall discuss about informal communication. ഒരു സ്ഥാപനത്തിൽ അനൗപചാരിക ആശയവിനിമയം നടക്കാറുണ്ട്. ജീവനക്കാരുടെ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ, ഫ്രണ്ട്ഷിപ്പിലൂടെ, സൗഹൃദ സംഭാഷണങ്ങൾ. അത് ചിലപ്പോൾ എന്താണ് ഒഫീഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ക്വൈറ്റ് അൺഒഫീഷ്യൽ ആയിരിക്കാം. ഒഫീഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഓർഗനൈസേഷനിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ ഒഫീഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസ് മാറ്റേഴ്സ് ആവണമെന്നില്ല. This informal communication is based on informal relationship among the employees in different levels. ഒരു സ്ഥാപനത്തിലെ ഡിഫറെൻറ്റ് ലെവലിലുള്ള ജീവനക്കാർ അവരുടെ ആ ഫ്രണ്ട്ലി സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അത്തരം കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അനൗപചാരിക ആശയവിനിമയം. We know it is free from all formalities of formal communication. ഇതിന് യാതൊരു ഫോർമാലിറ്റീസും ഫോളോ ചെയ്യേണ്ടതില്ല. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ക്വൈറ്റ് ഒഫീഷ്യൽ. ഫോർമാലിറ്റീസ് അതിനുണ്ട്. ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ എന്താണ് വ്യക്തതയുണ്ട്, അവിടെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഫോർമാലിറ്റീസ് ഒന്നും എവിടെയില്ല, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇറ്റ് മേ ബി കൺവേഡ് ബൈ ജസ്റ്റേഴ്സ്, സിംപ്ലി എ ഗ്ലാൻസ് ഓർ എ സ്മൈൽ എക്സെട്ര. അപ്പോൾ അതിന് റിട്ടേൺ ഫോം വേണമെന്നൊന്നുമില്ല. ഈവൻ ചിലപ്പോൾ എന്താണ്
ആംഗ്യഭാഷയിലൂടെ അല്ലെങ്കിൽ ആംഗ്യങ്ങളിലൂടെ, ജസ്റ്റേഴ്സിലൂടെ, അല്ലെങ്കിൽ ഒരു നോട്ടത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ചിരിയിലൂടെയൊക്കെ ആയിരിക്കും അവിടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ സപ്ലിമെൻറ്റ്സ് ദ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ ഒഫീഷ്യൽ മാറ്റേഴ്സ് കൂടുതൽ ഡിസ്കസ് ചെയ്യാറില്ലെങ്കിലും ഈ ഇൻഫോർമൽ ചാനലിലൂടെ ഒഫീഷ്യൽ മാറ്റേഴ്സും പലപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പാസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ഫോർമൽ കമ്മ്യൂണിക്കേഷനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന, അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്ന, അതുകൂടെ ഫലവത്താക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഓഫൺ സപ്ലിമെൻറ്റ്സ് ദ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സാധാരണത്തിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ ഗ്രേപ്പ് വെയിൻ എന്നാണ് അറിയപ്പെടുക. മുന്തിരിവള്ളി, ഗ്രേപ്പ് വെയിൻ. ഗ്രേപ്പ് വെയിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇത്തരം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെയാണ്. അനൗപചാരിക ആശയവിനിമയ ശൃംഖലകളെ സാധാരണ പറയുന്ന പേരാണ് ഗ്രേപ്പ് വെയിൻ. എന്തുകൊണ്ടാണ് ഇതിനെ ഗ്രേപ്പ് വെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്? ഹിയർ ദ നെറ്റ്വർക്ക് ഓർ പാത്വേ ഓഫ് informal communication cannot easily be traced. The origin and direction cannot be traced easily. അപ്പോൾ എവിടെ നിന്നാണ് ആ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചതെന്നോ അത് ഏത് വഴികളിലൂടെയാണ് പിന്നിട്ട് വന്നതെന്നോ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു മുന്തിരിവള്ളി എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നും അതിൻ്റെ പാസ് ചെയ്ത റൂട്ടുകളും കണ്ടുപിടിക്കുക പ്രയാസമെന്ന് പറഞ്ഞതുപോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഉത്ഭവവും അത് ഫ്ലോ ചെയ്ത ഡയറക്ഷനുമൊക്കെ അല്ലെങ്കിൽ ആരിലൂടെയൊക്കെയാണ് ഇത് കടന്നെത്തിയതെന്നും നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. ദ ഒറിജിൻ ആൻഡ് ഡയറക്ഷൻ കനോട്ട് ബി ട്രേസ്ഡ് ഈസിലി. അതുകൊണ്ടാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ ഗ്രേപ്പ് വെയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് മുന്തിരിവള്ളിയുടെ സ്വഭാവമാണുള്ളത്. അത്തരം കമ്മ്യൂണിക്കേഷൻ്റെ ആവിർഭാവവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയറക്ഷൻ്റെ ഫ്ലോയും നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. മോറോവർ ഇറ്റ് ഈസ് സ്ട്രക്ചർലെസ് ആൻഡ് മേ ഫ്ലോ ഇൻ എനി ഡയറക്ഷൻ. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പോലെ ഒരു വ്യക്തത അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് സ്പെസിഫൈഡ് അല്ല, മുൻകൂട്ടി തീരുമാനിച്ചൊരു റൂട്ടൊന്നും അതിനില്ല. തന്നെയല്ല അത് സ്ട്രക്ചർലെസ് ആണ്. ആ ആശയവിനിമയ ശൃംഖലയ്ക്ക് പ്രത്യേക ഒരു സ്ട്രക്ചറൊന്നുമില്ല, ഘടനയൊന്നുമില്ല. അത് ഏത് രീതിയിലും ഫ്ലോ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും എന്തൊക്കെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. റെഗുലറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനു മുൻപ് ഓർഗനൈസിംഗ് എന്നുള്ള പാഠത്തിൽ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. അതുമായിട്ട് കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമിന് പലപ്പോഴും കുട്ടികൾക്ക് കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കാതെ ഉത്തരം എഴുതുമ്പോൾ ഇത്തരം പിശകുകൾ പറ്റാറുണ്ട്. ഓർഗനൈസിംഗ് എന്നുള്ള പാഠത്തിൽ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. അവിടെ ഔപചാരിക സംഘടനയും അനൗപചാരിക സംഘടനയുമാണ് കണ്ടത്. ഇവിടെ നമ്മൾ ഔപചാരിക ആശയവിനിമയവും അനൗപചാരിക ആശയവിനിമയവും തമ്മിലുള്ള വ്യത്യാസമാണ് കാണുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഏതാനും വ്യത്യാസങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഫസ്റ്റ്ലി, ദ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ത്രൂ ദ ഒഫീഷ്യൽ ചെയിൻ. ആ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡിലൂടെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ചെയിൻ ഒന്നും ഇതിനില്ല, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദിസ് ഒഫീഷ്യൽ ചെയിൻ. സ്വതന്ത്രമായിട്ട് പോകുന്ന ഒന്നാണ്. ഒരു ഒഫീഷ്യൽ ചെയിൻ ഒന്നും അതിനില്ല. ആൻഡ് സെക്കൻഡ്ലി, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ക്വൈറ്റ് സ്ലോ ഇൻ നേച്ചർ. താരതമ്യേന സ്ലോ ആയിട്ട് പാസ് ചെയ്യുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. കാരണം അത് ആ സ്കാളർ ചെയിനിലൂടെയാണ് പോകുന്നത്. അപ്പോൾ പല ലെവലിലുള്ളവർ തമ്മിൽ പാസ് ചെയ്തിട്ടാണ് ആ മെസ്സേജ് എൻഡ് പ്ലേസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പൊതുവിൽ അത് സ്ലോ ആണ്. എന്നാൽ
ഇവിടെ സ്ട്രിക്റ്റ് റൂൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ഡെഫിനറ്റ് പാത്ത് ഫോളോ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഫാസ്റ്റ്, വേഗത്തിൽ അവിടെ പാസ് ചെയ്യപ്പെടുന്ന മെസ്സേജസ്. ആൻഡ് തേർഡ്ലി, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ്ലി റിട്ടൺ ഇൻ നേച്ചർ. റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടൺ ഫോമിലായിരിക്കും സാധാരണ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ടുണ്ടാവുക. ബട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ്ലി ഓറൽ ഓർ വെർബൽ, വാക്കാലുള്ളതായിരിക്കും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സാധാരണ അതിൽ ലെറ്ററുകളിലോ നോട്ടീസുകളോ ആയിട്ട് നൽകാറില്ല. വാക്കാലുള്ള വാചികമായിട്ടുള്ള രീതികളാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ദെൻ അഗെയിൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ വർക്ക് റിലേറ്റഡ്. ഒഫീഷ്യൽ മാറ്റേഴ്സാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലോ സോഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കും. ഒഫീഷ്യൽ പരിവേഷം അതിനുണ്ടാവില്ല. അവരുടെ പൊതുപ്രശ്നങ്ങളോ സാമൂഹിക പ്രശ്നങ്ങളോ ആയിരിക്കും കൂടുതൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ദെൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി. കാരണം അവിടെ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു ആ മെസ്സേജ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവിടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാം, ഉത്തരവാദിത്തം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഒറിജിൻ നമുക്കെന്താണ് ട്രേസ് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുക അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് നോട്ട് ക്വൈറ്റ് ഈസി ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഇൻ കേസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. Again, in case of formal communication, it is more orderly and systematic. ഒരു ക്രമം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ഡെഫിനറ്റ് പാത്ത് ഉണ്ടാവും. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് നോ ഓർഡർ അറ്റ് ഓൾ. The next difference is that formal communication basically serves the organizational needs. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതാണ്, ആ ഓർഗനൈസേഷൻ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ ഓർഗനൈസേഷൻ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ പേഴ്സണൽ നീഡ്സ് കൂടെ അവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇംപേഴ്സണൽ ഇൻ നേച്ചർ. ഇവിടെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ലെറ്ററിലൂടെ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ വിവരങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ പലപ്പോഴും ഒരു സർക്കുലറായിട്ട് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ഇംപേഴ്സണൽ നേച്ചറാണ്, ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവില്ല. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം നേരിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് ടോക്കിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അതെന്താണ് പേഴ്സണൽ നേച്ചറാണെന്ന് പറയാൻ സാധിക്കും. ആൻഡ് ഫൈനലി, ഇൻ കേസ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ദർ ഈസ് വെരി ലോ ചാൻസ് ടു ഡിസ്റ്റോർഷൻ. ആശയശോഷണം അല്ലെങ്കിൽ ആശയചോരണത്തിന് സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അത് പലപ്പോഴും റിട്ടേൺ ആണ്, ഒഫീഷ്യലായിട്ടുള്ള മാറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് അവിടെ ആശയശോഷണം സാധാരണ സംഭവിക്കാറില്ല, ഡിസ്റ്റോർഷൻ സംഭവിക്കാറില്ല. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് വാക്കാലുള്ളതാണ്, പലപ്പോഴും പറഞ്ഞ് പലരിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്താണ് ആശയശോഷണം സംഭവിച്ചേക്കാം. സോ ദർ ഈസ് വെരി ഹൈ ചാൻസസ് ഫോർ distortion of messages. These all are the differences between formal communication and informal communication. Next we shall discuss about the various network of formal communication. ഒരു സ്ഥാപനത്തിലെ ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് എങ്ങനെയാണ്, അതിനുള്ള പാറ്റേൺ ഡിസൈഡ് ചെയ്തിരിക്കുന്ന പാറ്റേൺ എങ്ങനെയാണ്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ദ പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോളോഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ ഒഫീഷ്യൽ മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് തരം നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം, ഇവിടെ വിശദമായിട്ട് കാണാം. ആദ്യമായിട്ട് സിംഗിൾ ചെയിൻ പാറ്റേൺ ആണ്. സിംഗിൾ ചെയിൻ, നേർരേഖയിലുള്ള ഒരു സിംഗിൾ ചെയിൻ പാറ്റേൺ ചിലപ്പോൾ നമുക്ക് കാണാം. ചിത്രത്തിൽ കാണുന്ന പോലെ ഇൻ ദിസ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഇൻ എ സിംഗിൾ ചെയിൻ. ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്നും കീഴുദ്യോഗസ്ഥനിൽ നിന്നും പിന്നീട് അയാളുടെ കീഴുദ്യോഗസ്ഥനിലേക്കും ആ രീതിയിൽ
അവിടെ എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന പോലെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ പരിമിതി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവർക്കും ഏറ്റവും ലോ ലെവലിലുള്ളവർക്കും എന്താണ് തൻ്റെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റുമായിട്ടോ സുപ്പീരിയറായിട്ടോ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. രണ്ട് എൻഡിലുമുള്ളവർക്ക്, ഇൻ ദിസ് എക്സാമ്പിൾ എ ആൻഡ് ഇ ഹാസ് ലിമിറ്റേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ. കാരണം അവർക്കെന്താണ് എക്ക് ബിയുമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ഇക്ക് ഡിയുമായിട്ട്, തൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഡിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ബി സി ഡി എന്നിവർക്ക് തൻ്റെ സുപ്പീരിയറുമായിട്ടും തൻ്റെ സബോർഡിനേറ്റുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു നേർരേഖ ആശയവിനിമയ ശൃംഖലയാണ് സിംഗിൾ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ്ലി വൈ പാറ്റേൺ. വൈ മാതൃകയിൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സെൻട്രലൈസ്ഡ്. ഹിയർ സം പേഴ്സൺസ് ആർ ക്ലോസർ ടു ദ സെൻറ്റർ ഓഫ് ദ നെറ്റ്വർക്ക്. അപ്പോൾ അവിടെ ആ കമ്മ്യൂണിക്കേഷൻ്റെ സെൻറ്ററായിട്ടുള്ള അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തി, ആ മേലുദ്യോഗസ്ഥന് കൂടുതൽ പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അവിടെ ചിലർക്ക് നേരിട്ട് ആ കമ്മ്യൂണിക്കേഷൻ്റെ സെൻറ്ററായിട്ടുള്ള മേലുദ്യോഗസ്ഥനുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്നാൽ ചിലർക്ക് സാധിക്കില്ല. ആ രീതിയിൽ വൈ പാറ്റേൺ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കായിട്ട് വൈ പാറ്റേൺ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വീൽ പാറ്റേൺ ആണ്. ഏറ്റവും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷനാണിത്, വീൽ പാറ്റേൺ. ഇറ്റ് ഫ്ലോസ് ഫ്രം വൺ സെൻട്രൽ പേഴ്സൺ. ഹിയർ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം വൺ സെൻട്രൽ പേഴ്സൺ, ദാറ്റ് ഈസ് എ ലീഡർ. അപ്പോൾ ഏറ്റവും മേലുദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തിയിലൂടെ മാത്രമേ എല്ലാ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ. എല്ലാ കാര്യങ്ങളും ആരിലൂടെ മാത്രമേ പോവുള്ളൂ? അവിടെ ആ സെൻറ്ററായിട്ടുള്ള ആ മേധാവിയായിട്ടുള്ള ആളിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. നൽകിയിരിക്കുന്ന എക്സാമ്പിൾ എ എന്ന് പറയുന്ന ആ മേലുദ്യോഗസ്ഥനോട് മാത്രമേ ആ സ്ഥാപനത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ അവിടെ അനുവദിച്ചിട്ടില്ല. ഒഫീഷ്യൽ മാറ്റേഴ്സ് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാ കാര്യങ്ങളും അവിടെ സെൻട്രൽ പേഴ്സൺ ആയിട്ടുള്ള ലീഡറായിട്ടുള്ള എയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ ബിയും സിയുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. അല്ലെങ്കിൽ സിയും ഡിയുമായിട്ടോ എംപ്ലോയീസ് തമ്മിലുള്ള പരസ്പരം, മറ്റുള്ള കീഴ് ജീവനക്കാർ തമ്മിൽ പരസ്പരം ഒഫീഷ്യൽ മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര വ്യക്തിയായിട്ടുള്ള ആ ലീഡറായിട്ടുള്ള എ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ്. അതുകൊണ്ട് ഏറ്റവും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ് വീൽ പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീ ഫ്ലോ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഓൾ ചാനൽ പാറ്റേൺ എന്നുകൂടെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു സ്ഥാപനത്തിൽ എല്ലാവരും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഓൾ ചാനൽ പാറ്റേൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ എല്ലാവരും തമ്മിൽ പരസ്പരം ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ് ഇത് ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഓൾ ചാനൽ പാറ്റേൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹിയർ ഓൾ മെമ്പേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. യാതൊരു നിയന്ത്രണവുമില്ല. ഏത് മേലുദ്യോഗസ്ഥനും ഏത് കീഴുദ്യോഗസ്ഥനും പരസ്പരം എന്താണ് ഒഫീഷ്യൽ മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ചെറുകിട സ്ഥാപനങ്ങളിലൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒന്നാണ് ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഓൾ ചാനൽ പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത്ലി ദ സർക്കിൾ പാറ്റേൺ. ചെയിൻ പാറ്റേണിൻ്റെ പരിമിതി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് സർക്കിൾ പാറ്റേൺ എന്ന് പറയുന്നത്. അവിടെ ചെയിൻ പാറ്റേണിൽ നമ്മൾ കാണുകയുണ്ടായി രണ്ട് എൻഡിലുമുള്ള കമ്മ്യൂണിക്കേഷൻ്റെ രണ്ട് എക്സ്ട്രീമിലുമുള്ള അല്ല രണ്ട് എൻഡിലുമുള്ള വ്യക്തികൾക്ക് എന്താണ് അവിടെ കമ്മ്യൂണിക്കേഷൻ പരിമിതിയുണ്ട്. ഓരോരുത്തരുമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സർക്കിൾ പാറ്റേൺ ആകുമ്പോൾ എല്ലാവർക്കും എന്താണ് രണ്ടുപേരുമായിട്ട്, തൻ്റെ മേലുദ്യോഗസ്ഥനുമായിട്ടും തൻ്റെ കീഴുദ്യോഗസ്ഥനുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ
സാഹചര്യമുണ്ട്. That is circle pattern. Each person in the group can communicate with two in the group. എല്ലാവർക്കും രണ്ട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. തൻ്റെ മേലുദ്യോഗസ്ഥനുമായിട്ടും തൻ്റെ കീഴുദ്യോഗസ്ഥനുമായിട്ടും. അതാണ് സർക്കിൾ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത. ദെൻ അവസാനമായിട്ട് നമ്മൾ ഇൻവേർട്ടഡ് വി പാറ്റേണിനെ കുറിച്ചാണ്. തലകീഴായ വി പാറ്റേൺ, ഇൻവേർട്ടഡ് വി പാറ്റേണാണ് ഉപയോഗിക്കുന്നത്. ഹിയർ the subordinate can communicate with his immediate supervisor as well as his superiors. അപ്പോൾ ഇവിടെ ഒരു കീഴ് ജീവനക്കാരന് തൻ്റെ മേലുദ്യോഗസ്ഥനോട് മാത്രമല്ല ആ മേലുദ്യോഗസ്ഥൻ്റെ മേലുദ്യോഗസ്ഥനുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പാറ്റേൺ ആണ് ഇൻവേർട്ടഡ് വി പാറ്റേൺ. ഇവിടെ എയ്ക്ക് ബിക്ക് എയുമായിട്ടും ഇസഡുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ തൻ്റെ മേലുദ്യോഗസ്ഥനും ആ മേലുദ്യോഗസ്ഥൻ്റെ മേലുദ്യോഗസ്ഥനുമായിട്ടും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഇൻവേർട്ടഡ് വി പാറ്റേണിലുള്ളത്. ദീസ് ഓൾ ആർ ദ മേജർ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഫൗണ്ട് ഇൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഈ വിവിധ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾക്ക് ശേഷം നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ കുറിച്ചാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, അനൗപചാരിക ആശയവിനിമയ ശൃംഖലകൾ, അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്കുകളാണിവ. അതിലൊന്നാമതാണ് സിംഗിൾ സ്ട്രാൻഡ് ഓർ സിംഗിൾ ലൈൻ നെറ്റ്വർക്ക്. സിംഗിൾ സ്ട്രാൻഡ് അഥവാ സിംഗിൾ ലൈൻ. ഇൻ ദിസ് കേസ് each one communicate with the other in a sequence. ഇവിടെ പലപ്പോഴും ഒരു നിശ്ചിത ക്രമം ഉണ്ടാവും. ഒരു പ്രത്യേക പാറ്റേണിൽ ഒരു സീക്വൻസിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ചെറിയ തോതിൽ ഒരു പ്രത്യേക സീക്വൻസിലല്ലേ പാറ്റേണിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അവിടെ സ്ഥിരമായിട്ടും അവർ ഒരു ചെയിനിലൂടെയാണ് അവരെ ഇൻഫോർമൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റൂട്ട് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതാണ് സിംഗിൾ സ്ട്രാൻഡ് അല്ലെങ്കിൽ സിംഗിൾ ലൈൻ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗോസിപ്പ് നെറ്റ്വർക്കുകളെ കുറിച്ചാണ്. ഹിയർ വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ അതേഴ്സ്. ഒരാൾ താൻ കണക്ട് ചെയ്യുന്ന എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു വായാടിയെ പോലെ എല്ലാവരുമായിട്ടും ആശയങ്ങൾ പങ്കുവെക്കുന്നു. അതാണ് ഗോസിപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പൊതുകാര്യങ്ങളെക്കുറിച്ച് എവിടെ ചെന്നാലും സംസാരിക്കാറുണ്ട്. അവിടെ ക്യാൻറ്റീനിൽ ടീ ടൈമിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ്, ചിലർ കാണുന്ന എല്ലാവരുമായിട്ട് സംസാരിക്കും. ചിലപ്പോൾ അത് പൊതുകാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലെ ചില കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതൊരു ഗോസിപ്പ് നെറ്റ്വർക്കാണ്. ഹിയർ വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ അതേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ മൂന്നാമത്തതാണ് പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. ഹിയർ ഈച്ച് വൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ അതർ ഓൺ എ റാൻഡം ബേസിസ്. അവിടെ റാൻഡം സെലക്ഷൻ നടത്തിയിട്ടാണ്, റാൻഡം ബേസിസിലാണ് പ്രോബബിലിറ്റി നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നാലാമത്തെ ടൈപ്പാണ് ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഹിയർ കമ്മ്യൂണിക്കേഷൻ
take place between persons having mutual trust. ഒരാൾക്ക് വിശ്വാസമുള്ള മറ്റൊരാളോട് മാത്രം കാര്യങ്ങൾ പങ്കുവെക്കുന്നു. Here, passing information to only those person in whom he has a trust. അപ്പം വിശ്വാസയോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആശയം പങ്കുവെക്കുന്നു. അങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് വിശ്വാസമുള്ളവരിലേക്ക് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലസ്റ്റർ നെറ്റ്വർക്കിലുള്ളത്. ഇതാണ് പ്രധാനപ്പെട്ട ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ. എന്നാൽ ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. കാരണം അവിടെ പലപ്പോഴും എന്താണ്, ഒഫീഷ്യൽ മാറ്റേഴ്സ് അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, തന്നെയല്ല ഗോസിപ്പുകൾ, കേട്ടുകേൾവികൾ, കിംവദന്തികൾ പരക്കാനുള്ള ചാൻസ് കൂടുതലാണ്. തന്നെയല്ല ഇവിടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് അവ പൊതുവെ റിലയബിൾ അല്ല. എങ്കിലും മെസ്സേജസ് വളരെ ഫാസ്റ്റായിട്ട് കൈമാറാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് ഇൻഫോർമൽ ചാനൽ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ മാറ്റേഴ്സിന് ഇൻഫോർമൽ ചാനലുകൾ പോലും ഉപയോഗിക്കുന്നുണ്ട്. തന്നെയുമല്ല ഇവയ്ക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ടച്ച് നൽകാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തികളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് ഉചിതമെങ്കിലും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നല്ല വശങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒരു മാനേജർക്ക്. സോ ദാറ്റ് ഓൾ അബൌട്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പാഠഭാഗത്തോടു കൂടി ഈ ചാപ്റ്റർ അവസാനിക്കുന്നു. ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാമത്തെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.